ആ കഥ ഒന്ന് കേക്കട്ടെ. നമുക്ക് ചൂട്ടൊന്നും ഒത്തിരി ഒന്നും ഇല്ല. അപ്പൊ വേറെ പറമ്പിൽ ചെന്ന് ചൂട്ട് വെട്ടി പുഴയെ കൊണ്ടുവന്നിട്ട് ചീച്ചിട്ട് അത് ഞാൻ രാത്രിയിൽ ഇരുന്ന് മെടയും. രാത്രി മെടഞ്ഞിട്ട് പകല് മെടയാൻ നേരമില്ല പശുവിന്റെ പണി കാരണം. രാത്രി മെടഞ്ഞിട്ട് ഷെഡ് ഉണ്ടാക്കും. ആ ഷെഡിനകത്താണ് പശുവിനെ കെട്ടിക്കൊണ്ടിരുന്നത്. എന്താണ് ഈ ലാഭത്തിൽ പോകാനുള്ള ഒരു സീക്രട്ട്? ലാഭത്തിൽ പോകാനായിട്ട് പശു ഇന്നിപ്പോ ഒരു പശു ഇത്തിരി പാല് കുറവാണെങ്കിൽ അതിനെന്താ പാല് കുറവെന്ന് അന്വേഷിച്ച് അതിന് ചേച്ചിക്ക് ഒരു പശുവിനെ കണ്ട പ്രശ്നം ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവണം? പശുവിനെ കണ്ടാല് ചെവിയെ പിടിച്ചാൽ അറിയാൻ പനിയുണ്ടോന്ന്. ഓ, അതാണ് ആദ്യം നമ്മൾ ചെയ്യണത്. പിന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വീട്ടമ്മയുടെ 15 പശുക്കളുള്ള ഒരു ചെറിയൊരു ഫാമാട്ടോ. അടിപൊളി ഫാമാണ്. 36 വർഷമായിട്ട് ഈ ഒരു വീട്ടമ്മ ഈ ഒരു ഫാം നടത്തുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതും ലാഭകരമായിട്ടാണ്. ഒരിക്കലും നഷ്ടമല്ല, ലാഭകരമായിട്ടാണ് ഈ വീട്ടമ്മ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീട്ടമ്മയുടെ പേര് ഗിരിജ എന്നാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വീട്ടമ്മയുടെ ഈ ഒരു പശു വളർത്തൽ നമുക്ക് കാണാം. ഈ ഒരു ഗിരിജ ഡയറി ഫാം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഡയറി ഫാം ആയിട്ട് ഒരു 8 വർഷമായിട്ടുള്ളൂ. പശു വളർക്കാൻ തുടങ്ങിയിട്ട് ഒരു 39 വർഷമായിട്ടുണ്ട്. വളർക്കാൻ തുടങ്ങിയപ്പം ഇവിടെ എന്റെ അച്ചാച്ചൻ ഒരു 750 രൂപ കൊടുത്തൊരു പശുവിനെ മേടിച്ചു തന്നതാണ്. 750 രൂപ? അന്നത്തെ കാലത്ത് 750 രൂപ കൊടുത്തൊരു പശുവിനെ മേടിച്ചു തന്നു. അതിൽ നിന്നും ഞാൻ വളർത്തി. അത് ആദ്യത്തെ കറവ തീർന്നപ്പോഴത്തേക്ക് അതിനെ പിന്നെ കൊടുത്തു. പിന്നെ കറവയ്ക്ക് വേണ്ടിയിട്ട് 3000 രൂപ കൊടുത്തു. പിന്നെ ഒരു പശുവിനെ മേടിച്ചു. അതിൽ നിന്നാണ് പശു വളർത്ത തുടങ്ങിയത്. ഇപ്പോഴത്തെ ദിവസം എത്ര ഉണ്ട്? ഇപ്പം ഈ തൊഴുത്തിൽ 15 എണ്ണം. 15 എണ്ണമാണോ മാക്സിമം ഉണ്ടായിരുന്നത്? അതോ അല്ല, ഒരു 10-18 എണ്ണം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ 15 എണ്ണം ഉണ്ട്. ഓക്കെ. ഇത് നമ്മുടെ പൈനാപ്പിൾ തണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. അതെങ്ങനെയാ? നമുക്ക് ഇവിടെ നമ്മൾക്ക് 1 കിലോയ്ക്ക് 2 രൂപ 20 പൈസക്ക് ഇറക്കി തരും. ഇവിടെ അടുത്ത് തന്നെ പൈനാപ്പിൾ തണ്ടിന്റെ കേന്ദ്രമാണല്ലോ അല്ലെ? മൂവാറ്റുപുഴയാണെങ്കിൽ നമുക്ക് ദൂരെ നിന്നൊക്കെയാ കൊണ്ടിരുന്നത്. കാഞ്ഞിരപ്പള്ളി അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെയാ കൊണ്ടിരുന്നത്. ഇവിടെ ഒന്നും ഇല്ല ഇപ്പൊ ഇല്ല ആണല്ലേ? അപ്പൊ 2 രൂപ 20 പൈസക്കാണ് കിട്ടണത്. അത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും അത് അരിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ കൊട്ടയായിട്ട് ഒരു 20 കിലോ കൊള്ളണ കൊട്ടയിൽ ഓരോ കൊട്ട കൊടുക്കും ഒരു നേരം. ഈ 2 പശുവിൽ നിന്ന് ചേച്ചി പിന്നെ എങ്ങനെയാണ് ഈ ഒരു 15 എണ്ണത്തിലേക്ക് വന്നത്? 2 പശുവിൽ നിന്ന് തുടങ്ങി ഇപ്പം പാലിന് ആവശ്യക്കാർ കൂടുതലുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് കൊടുത്തോണ്ടിരിക്കണ എല്ലാ വീട്ടിൽ തന്നെയും പാല് കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ലേ? അവര് പിന്നെയും നിർത്തണമെന്ന് ഞാൻ പറഞ്ഞപ്പോ വേണ്ട ചേച്ചി നിർത്തണ്ട, പാല് നമുക്ക് വരണം, ഇത്ര നല്ല പാല് കിട്ടാനുള്ള വീടില്ല എന്നൊക്കെയാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാട്ടുകാരുടെ സമ്മർദ്ദത്തിനാണ് നമ്മള്. നാട്ടുകാർക്ക് സമ്മർദ്ദത്തിനും നമുക്കടെ ആവശ്യങ്ങളും നടന്നു പോകും ഇതിന്റെ കൂടെ തന്നെ. കുട്ടീനൊന്നും കാണാനല്ലോ? കുട്ടി അവിടെ ഉണ്ട് വരണം. പിന്നെ അവിടെ ഒരു പറമ്പിൽ കൊണ്ട് കെട്ടിയേക്കുവാണ്. അവിടെ 3-5 കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ കുട്ടികളെ വളർത്തിയെടുക്കുകയാണോ? കുട്ടികളെ വളർത്തിയെടുത്തത് ഒരു 4 പശുണ്ട് ഇപ്പം ഇവിടെ. ഒന്ന് പറയാമോ? ഇത് നമ്മൾ വളർത്തിയെടുത്ത പശുവാണ് ഇയാളല്ലേ? ഇയാള്. പിന്നെ ഇത് നമ്മൾ വളർത്തിയെടുത്തതാണ്. അതുപോലെ എല്ലാം ക്രോസ് ഇനങ്ങളാണ്. ക്രോസ് ഇനങ്ങൾ ജേഴ്സിയാണ് കൂടുതലും. ഒറിജിനൽ HF തന്നെ ഇല്ല. HF ഇല്ല. HF ജേഴ്സി ക്രോസ് അല്ലെങ്കിൽ നാടൻ ജേഴ്സി ക്രോസ് ഒക്കെ ആണല്ലേ? ഇതിപ്പോ നാടൻ ജേഴ്സി ക്രോസ് ആണോ? ജേഴ്സിയാ. ഓക്കെ. പിന്നെ നമ്മള് വാങ്ങിച്ചവരൊക്കെ ഉണ്ടോ ചേച്ചി? വാങ്ങിച്ചവരുണ്ട്. ഇത് തമിഴ്നാട് കൃഷ്ണഗിരി പശുവാണ്. ഇത് കൃഷ്ണഗിരി അത് ആ കൊമ്പില്ലാത്തത് കൃഷ്ണഗിരിയാണ്. ആൾക്ക് എത്ര രൂപ ചേച്ചി? അത് അന്ന് അവിടെ നമ്മൾക്ക് 80,000-70,000 രൂപ. അന്നെന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട്? ഒരു 3 വർഷമായി അതിനെ കൊണ്ടുവന്നിട്ട്. 3 വർഷം മുമ്പല്ലേ? അപ്പൊ കൊണ്ടുവന്നപ്പോ ഉള്ള പാലുൽപാദനം ഇപ്പോഴും ഉണ്ടോ? കൊണ്ടുവന്നിട്ട് അത് ഇതുവരെ ആദ്യം കൊണ്ടുവന്നപ്പോ 6 മാസം ചെനയല്ല കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് പ്രസവിച്ചിട്ട് ഇപ്പൊ 21 മാസമായി. ഇപ്പോഴും 8 ലിറ്റർ പാല് കറക്കണോണ്ട്. ചെന പിടിച്ചിട്ടില്ല. അതൊരു പ്രശ്നമാണല്ലേ? ചെന പിടിച്ചിട്ടില്ല. അതൊരു പ്രശ്നമാണ്. ഇതും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ്. ഇപ്പോഴും പക്ഷെ 8 ലിറ്റർ കാലത്താണോ അതോ കാലത്തുണ്ട്? ദൈവാനുഗ്രഹം. പിന്നെ ആ പശുവാണ് നമ്മളെ തൊഴുത്ത്. ഇപ്പൊ 8 വർഷം മുമ്പ് തൊഴുത്ത് പണിത് ഇപ്പൊ ഫാം ആക്കി ഇപ്പൊ ആദ്യം കൊണ്ടുവന്ന പശുവാണ് ഇതല്ലേ? 65 രൂപ എടുത്ത് കൊണ്ടുവന്നതാണ്. അന്ന് കൊണ്ടുവന്നപ്പോ പ്രസവിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കൂടെ കഴിഞ്ഞപ്പോ പശു പ്രസവിച്ചു. അതിന് ഫസ്റ്റിലത്തെ കറവയ്ക്ക് തന്നെ നമുക്ക് 25 ലിറ്റർ പാല് കിട്ടുന്നുണ്ട് അവൾക്ക്. കാലത്തും വൈകിട്ടും കൂടി? കാലത്തും വൈകുന്നേരം കൂടി 25 ലിറ്റർ പാലുണ്ട്. അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ള പശുവാണ്. ബോഡി വെയിറ്റ് ഉള്ള പശുവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തൊഴുത്തിന് മുമ്പ് എവിടെയായിരുന്നു തൊഴുത്ത്? കാരണം വീട് അപ്പുറയാണല്ലോ അല്ലെ? ഇല്ല, ഇവിടെ വീട് ഇതിന്റെ സൈഡിൽ കൂടി ഒക്കെ ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഉണ്ടാക്കി
ഞാൻ ഓല മേഞ്ഞ് ഓല പുഴയെ കൊണ്ടുപോയിട്ട് ചീച്ചിട്ട് അത് മെടഞ്ഞ് തൊഴുത്തുണ്ടാക്കിയായിരുന്നു ആദ്യം പശുവിനെ വളർത്തിക്കൊണ്ടിരുന്നത്. അടിപൊളി. ആ കഥ ഒന്ന് കേക്കട്ടെ, പുഴയില് നമുക്ക് ചൂട്ടൊന്നും ഒത്തിരി ഒന്നും ഇല്ല. അപ്പൊ വേറെ പറമ്പിൽ ചെന്ന് ചൂട്ട് വെട്ടി പുഴയെ കൊണ്ടുവന്നിട്ട് ചീച്ചിട്ട് അത് ഞാൻ രാത്രിയിലിരുന്ന് മെടയും. രാത്രി മെടഞ്ഞിട്ട് പകല് മെടയാൻ നേരമില്ല പശുവിന്റെ പണി കാരണം. രാത്രി മെടഞ്ഞിട്ട് ഷെഡ് ഉണ്ടാക്കും. ആ ഷെഡിനകത്താണ് പശുവിനെ കെട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതായത് നമ്മൾക്ക് ഓല വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓല വാങ്ങാൻ മെടഞ്ഞ ഓലക്കൊക്കെ പൈസയല്ലേ? പിന്നല്ലാതെ നമ്മുടെ ഇവിടെ ഒരു വീട്ടില് പൈസ ഒരു ഓല മെടഞ്ഞതിന് 1,500 രൂപ അന്ന് കൊടുക്കണം. അത്രയും മുടക്കാൻ നമുക്കുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് നമ്മള് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് തുടങ്ങിയതാ. അതാണ് നമ്മൾ ഇന്ന് വന്ന് ഇങ്ങനെ നിക്കണത്. ഇന്ന് വന്ന് നിക്കണ. പിന്നെ അയൽവക്കത്തൊക്കെ പശുവിനെ കറക്കാൻ ആളില്ല, ഈ ഭാഗത്തൊന്നും ആളില്ലായിരുന്നു. അപ്പൊ കൂടുതലും നേരം നമ്മുടെ പശുവിനെ കറന്നിട്ട് അയൽവക്കത്തെല്ലാം പശുവിനെ കറന്നു കൊടുക്കാൻ പോവായിരുന്നു. അതിന് പൈസ കിട്ടും. അതിന് പൈസ കിട്ടും. അന്ന് നമ്മൾ ഫസ്റ്റിലെ പശുവിനെ കറക്കാൻ പോകുമ്പോ 150 രൂപയാണ് ഒരു മാസം കിട്ടുന്നത്. ഒരു മാസം 150 രൂപയാണ്. ഇന്ന് 2000 രൂപയാണ് ഒരു പശു. 2500. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ ആളുകള് ഇപ്പൊ ആണായാലും പെണ്ണായാലും കേട്ടിരിക്കേണ്ടതാണ് അല്ലെ, അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ തലമുറ. നിന്ന് വേറൊരാളുടെ കീഴിൽ പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ജോലിയാണ്. ഏത് വനിതകൾക്ക് 5 സെന്റ് സ്ഥലമുള്ള ഏത് വനിതകൾക്കും ഒരു പശുവിനെ മേടിച്ച് വളർത്താൻ പറ്റും. ശരിയാണ്. ഇതുപോലെ വളർത്തി, അതായത് മറ്റൊരാളുടെ കീഴിൽ നമുക്ക് ജോലി ചെയ്യണ്ട, എന്നാൽ നമുക്ക് അവിടെ ജോലി ചെയ്യുന്ന അതേ പൈസ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അതേ പൈസ എന്നും പശുവിനെ വളർത്തി എന്നും നമ്മുടെ കയ്യിൽ പൈസ കാണും. 4 വർഷമായിട്ട് ഈ ഫീൽഡുണ്ട്. ലാഭത്തിൽ കൊണ്ടുപോകുന്ന ആളെയും നമുക്കറിയാം, എന്നാൽ നഷ്ടത്തിൽ പോകുന്ന ആൾക്കാരെയും നമുക്കറിയാം. എന്താണ് ഈ ലാഭത്തിൽ പോകാനുള്ള ഒരു സീക്രട്ട്? എന്താ ലാഭത്തിൽ പോകാനായിട്ട്? പശു ഇന്നിപ്പോ ഒരു പശു ഇത്തിരി പാല് കുറവാണെങ്കിൽ അതിനെന്താ പാല് കുറവെന്ന് അന്വേഷിച്ച് അതിന് ആദ്യം മരുന്ന് കൊടുക്കണം. പിന്നെ കാലിത്തീറ്റ രാവിലെ ഇട്ട് കൊടുക്കണം. കാലിത്തീറ്റ തിന്നണ്ടോ, വൈകുന്നേരം കൊടുക്കുന്നത് തിന്നണ്ടോ എന്ന് നോക്കണം. അത് തീറ്റ കുറയുമ്പോഴത്തേക്കും പാലും കുറഞ്ഞു പോകും. ആ പാല് കുറയുമ്പോ തന്നെ നമുക്ക് അതിൽ തന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. പാല് കുറഞ്ഞാൽ പിന്നെ പൈസ കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിലെ ലാഭം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ നമ്മൾ പണിയുവാണെങ്കിൽ കൂടുതൽ ലാഭം. ഒരു പണിക്കാരനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ സാലറി കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിക്കാർക്ക് എത്ര? ഇവിടെ 25 കൊടുക്കണം അല്ലേ? ഫാമിലിയിലാണെങ്കിൽ 30 കൊടുത്താൽ മതി. ഇത് ചെലവും കൂടി ഇവന് 25 കൊടുക്കണം. എന്നാലും നമുക്ക് പിന്നെ ഇത്രയും പശു ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ ഒരു 4 എണ്ണത്തിന് കറവ കുറവാ. അതിന് ഒട്ടും കറവയില്ല. അതിന് ചെന പിടിച്ചിട്ടില്ല. അതിനെ ജേഴ്സി എനിക്ക് അതിനെ കൊടുക്കാൻ മടിയായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല ആദ്യത്തെ പ്രസവത്തിന് 12 ലിറ്റർ കിട്ടിയ പശുവാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ കൊടുക്കാൻ ഇങ്ങനെ മടിയായിട്ട് നിക്കണം. അതിന് ചെനയില്ല. പിന്നെ ഇതിന് ഇതുവരെ ചെന പിടിച്ചിട്ടില്ല. കൃഷ്ണഗിരിക്ക് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണ മിക്ക ക്ഷീരാശർക്കും ഉണ്ട്. അതായത് ഇങ്ങനെ ചെന പിടിക്കാത്ത പ്രശ്നമാണ് ഏറ്റവും പ്രശ്നം. ഇപ്പൊ പലരും കാണിക്കുന്നതാണ്, നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഫാം തുടങ്ങാന്ന് ആഗ്രഹിക്കുമ്പോ തന്നെ ഫസ്റ്റ് തന്നെ തൊഴുത്ത് പണിയുക. ഫസ്റ്റ് തൊഴുത്ത് പണിയണം. ആദ്യം തന്നെ പശുവിനെ പഠിക്കണം. പശുവിനെ പറ്റി പഠിച്ചിട്ട് വേണം വലിയ തൊഴുത്തിലേക്ക് പോകാനായിട്ട്. ഈ പശുവിനെ കുറിച്ച് പഠിക്കുന്ന പറയുമ്പോ എന്തൊക്കെ നമ്മൾ പഠിക്കണം? പശുവിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഒരു പശുവിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ പാല് എത്ര കിട്ടുമെന്നും വൈകുന്നേരത്തെ പാല് എത്ര കിട്ടുമെന്നും കൃത്യമായിട്ട് അറിയണം. പിന്നെ പശുവിനെ കറക്കാൻ ആദ്യമായിട്ട് പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിടെ പണിക്കാരന് ഒരു ദിവസം ഇട്ടിട്ട് പോയാലും നമുക്ക് കറക്കാനുള്ള ഒരു കഴിവ് വേണം. അല്ലാതെ അവരിട്ടിട്ട് പോയി അന്ന് പശുവിനെ കറന്നില്ലെങ്കിൽ ആ പിറ്റേ ദിവസത്തേക്ക് പശുവിന് അകിടുവീക്കമായി, നീരായി, പനിയായി, പശു തീറ്റ തിന്നൂല. അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പണി പഠിക്കണം പശുവിന്റെ. അത് കഴിഞ്ഞിട്ട് വേണം എന്നിട്ട് വേണം ബാക്കി തുടങ്ങാനൊക്കെ. ഇവിടെ എന്തൊക്കെ തീറ്റ നമ്മൾ കൊടുക്കണം? ഇപ്പൊ നമ്മള് കേസിന്റെ കാലിത്തീറ്റയാണ് കൊടുക്കുന്നത്. ഇത് കേരള ഫീഡാണ്. കേരള ഫീഡ് മിക്സ് ചെയ്ത് കൊടുക്കും. കേസും കൊടുക്കും. പിന്നെ കാൽസ്യം, പ്രോ മിൽക്കിന്റെ കാൽസ്യം കൊടുക്കും ദിവസം. പിന്നെ നമുക്ക് പുല്ല് കൊടുക്കണം. പുല്ല് കൊടുക്കും. പുല്ല് വെട്ടാനുണ്ട്. ഭായിമാരെ നിർത്തി പുല്ല് വെട്ടിച്ചിട്ട് പുല്ല് നട്ടിട്ടുണ്ട്. 1 ഏക്കർ പറമ്പോളം പുല്ല് നട്ടിട്ടുണ്ട്. ആ പുല്ലും വെട്ടിക്കൊണ്ട് എന്റെ കൂടെ കട്ട് ചെയ്ത് കൊടുക്കും. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നമുക്ക് പുല്ല് വളർത്താൻ സ്ഥലമില്ല, അപ്പൊ പശു വളർത്താൻ പറ്റുമോ ചോദിക്കുന്നത്. പശു വളർത്താൻ പറ്റും. ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് ഈ കന്നാരപ്പോളം മേടിക്കാൻ കിട്ടൂലോ. കന്നാരപ്പോളം മതി. പുല്ല് വേണമെന്നില്ല, വൈക്കോലും വേണമെന്നില്ല. ഇടയ്ക്ക് എങ്ങാനും ഇത് കിട്ടാത്തപ്പോ എങ്ങാനും വൈക്കോല് മേടിച്ചിട്ട് കൊടുത്തേച്ചാൽ മതി. ഞാൻ ഇറക്കാറേ ഇല്ല. ചേച്ചിക്ക് ഇപ്പൊ എന്തോരം സ്ഥലത്താണ് ഈ ഒരു ഫാം നിൽക്കണമെന്ന് പറയാമോ? ഇത് ഈ ഫാം ഒരു 15 സെന്റ് സ്ഥലമുള്ളൂ. 15 സെന്റ് സ്ഥലം നമ്മുടെ ഈ 15 പശുക്കളെ നിർത്താൻ വേണ്ടിയുള്ള ഇതും
ബാക്കി ഒരു ഇച്ചിരി സ്ഥലം അവിടെ ഉണ്ട്. 2 ചാണകക്കുഴിയുണ്ട്. അവിടെ പിന്നെ 2 ചാണകക്കുഴി, അവന് കിടക്കാനുള്ള റൂമുണ്ട്. ആ ഒരു പയ്യന് കിടക്കാനുള്ള റൂം, അതൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ഉള്ളൂ. ഒന്നുമില്ല, ആകെ 30 സെന്റ് സ്ഥലം ഉള്ളൂ. അല്ല അപ്പൊ ഈ പുല്ല് വളർത്താൻ വേണ്ടി നമ്മൾ പാട്ടത്തിന് സ്ഥലം എടുക്കുക. അത് എന്തോരം എടുത്തിട്ടുണ്ട്? അത് 1 ഏക്കർ. 1 ഏക്കർ ഉണ്ടെങ്കിൽ നമുക്ക് 15 സൂപ്പറാ. 40 ദിവസം നമുക്ക് പുല്ല് വെട്ടാം. 40 ദിവസം അങ്ങനെയുള്ള തുമ്പൂർമൊഴി അങ്ങനെയുള്ള പുല്ലുകളൊക്കെ 40 ദിവസം. അതിന്റെ കൂടെ പിന്നെ ഇതുകൂടി ഉണ്ടെങ്കിൽ അടിപൊളി അടിപൊളി. പിന്നെ നമുക്ക് ഈ തീറ്റ ചെലവൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? തീറ്റ ചെലവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ നഷ്ടമായിട്ട് തോന്നുന്നില്ല. എന്നാന്ന് വെച്ചാ ഞാൻ കാലത്ത് വൈകുന്നേരം ഇങ്ങനെ പറ്റില്ലെങ്കിൽ ഇറങ്ങി വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു പശുവിന് ഒരു ജലദോഷം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോന്ന് അത് നോക്കി കണ്ട് അതിനുള്ള മരുന്ന് കൊടുക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നണില്ല. ചേച്ചിക്ക് ഒരു പശുവിനെ കണ്ട പ്രശ്നം ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാവണം? പശുവിനെ കണ്ടാല് ചെവിയെ പിടിച്ചാൽ അറിയാൻ പനിയുണ്ടോന്ന്. അതാണ് ആദ്യം നമ്മൾ ചെയ്യണത്. പിന്നെ അതിന്റെ ജലദോഷം ഉണ്ടോന്ന് നോക്കും, മൂക്കിക്കൂടെ വെള്ളം ഒഴുകണ്ടോന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അതിന് മരുന്ന് കൊടുക്കാൻ നോക്കും. പിന്നെ അകിടി വീക്കാണെങ്കിൽ അകിടി തൊട്ട് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ കല്ലപ്പായിട്ട് ഇങ്ങനെ ഒരു വശം വീർത്തിട്ട് ഒരു കാമ്പ് ഇങ്ങനെ തടിച്ചു ഇരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ അറിയാം. ഇത് എല്ലാം അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സംഭവങ്ങള് വേറെ പിന്നെ ഇതുണ്ടല്ലോ, കുളമ്പ് രോഗം അങ്ങനെ വന്നാലും വായില് ഇങ്ങനെ നോക്കിയാല് പിന്നെ അതിന്റെ നിപ്പിലും നോട്ടത്തിലൊക്കെ ഭാവത്തിൽ വ്യത്യാസം വരും. തീറ്റ എടുക്കൂല. വായിൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പശു തീറ്റ എടുക്കാതെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. മൂവാറ്റുപുഴത്തെ ഡോക്ടർമാര് നല്ല ഡോക്ടർമാരാണ്. അത്രയും നല്ല, എപ്പ വിളിച്ചാലും ഏത് കാര്യത്തിനും രാത്രിയിലായാലും പകലാണെങ്കിലും നല്ല സേവനാണ് അവരുടെ. ആണല്ലേ? അടിപൊളി. എന്തായാലും അങ്ങനത്തെ ആളുകൾ വേണം നമുക്കിവിടെ. എപ്പ വിളിച്ചാലും വരും. രാത്രിയിലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും വിളിച്ച അപ്പൊ തന്നെ പറഞ്ഞു തരും. അപ്പൊ തന്നെ നമുക്ക് മെഡിസിൻ കൊടുക്കാനുള്ള. അങ്ങനെയാണല്ലേ? അതേപോലെ പാല് കറന്നു വെച്ചാല് ഞാൻ 2 വീലറിൽ കൊണ്ട് കൊടുക്കണത്. ചേച്ചി 2 വീലർ ഓടിക്കും? 2 വീലർ ഓടിക്കുക. ഒരു 60 ലിറ്റർ പാല് ആക്ടിവയുടെ ഫ്രണ്ടില് 2 ക്യാൻ ആയിട്ട് വച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കും. അത് ഇവിടുന്ന് 3 കിലോമീറ്റർ പോണം. പെരിങ്ങഴ സംഘത്തിലാണ് പാല് കൊടുക്കണത്. ഓക്കെ, താങ്ക് യു ചേച്ചി.